ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ സ്റ്റുഡൻസ് ടിപ്സിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ കുറച്ച് എഫക്റ്റീവായിട്ടുള്ള ആക്ച്വലി വർക്ക് ആയിട്ടുള്ള കുറച്ച് സ്റ്റഡി ടിപ്സാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടറിയാം കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും സെൽഫ് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സിലെ ടോപ്പേഴ്സ് എങ്ങനെയായിരിക്കും ഇത്ര മാർക്സ് സ്കോർ ചെയ്യുന്നുണ്ടാവാറ്. എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുക? നമ്മുടെ ക്ലാസ്സിലെ ടോപ്പേഴ്സ് കുറവ് പഠിച്ച് കൂടുതൽ മാർക്ക് മേടിക്കുന്നത് നമ്മൾ കണ്ട് അമ്പരന്ന് പോയിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ കാരണം അവരുപയോഗിക്കുന്ന സ്മാർട്ട് ടിപ്സാണ്. വീഡിയോയിലോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഇനി അടുത്തത് ഏത് കണ്ടൻറ്റാണ് വേണമെങ്കിലോ നിങ്ങൾക്ക് ഈ വീഡിയോ വേണ്ടിയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം ഡിസിപ്ലിൻ ആയിട്ടാണോ നിങ്ങളുടെ ഓരോ വർക്ക്സും ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ടും. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ്, നിങ്ങളുടെ എൻവയോൺമെൻറ്റ്, നിങ്ങളുടെ മൈൻഡ് ഇതെല്ലാം ഡിസിപ്ലിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പഠിക്കാനിരിക്കുമ്പോൾ അടുത്തുള്ള ഡിസ്ട്രാക്ഷൻസും ഡിസിപ്ലിനുമായിട്ട് കണക്റ്റഡ് ആണ്. 1000 മോട്ടിവേഷന് തുല്യമാണ് ഒരു ദിവസത്തെ ഒരു ഡിസിപ്ലിൻ. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെ തന്നെ 1% ബെറ്റർ ആക്കാൻ ശ്രമിക്കണം. എല്ലാ ദിവസവും പഠിക്കാനിരിക്കുന്ന സമയം ഫിക്സ്ഡ് ആക്കുക. നിങ്ങൾ രാത്രിയാണ് പഠിക്കുന്നതെങ്കിൽ 6 മണിക്ക് ഇരുന്നാൽ ആ ദിവസവും 6 മണിക്ക് ഇരിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ടിപ്പ് വേറെ ഒന്നുമല്ല, കൺസിസ്റ്റൻസി തന്നെയാണ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ ഓഫ് സക്സസ് എന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ ഏറ്റവും വലിയ സക്സസ് ആയിട്ടുള്ളവരുടെയും ഒരു ഹിഡൻ കീ തന്നെയാണ് കൺസിസ്റ്റൻസി. നമ്മൾ ചെയ്യുന്ന എത്രയോ ഹാർഡ് വർക്കിൽ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് റിസൾട്ടും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും തുടർന്ന് ഫിക്സ്ഡ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ടിപ്പ് വളരെ സ്പെഷ്യലാണ്. നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ അതെങ്ങനെ തുടങ്ങുന്നു, എപ്പോൾ തുടങ്ങുന്നു എന്നതിലാണ് നമ്മുടെ ആ ദിവസം മുഴുവൻ പോകുന്നത്. നിങ്ങളൊരു ദിവസം വളരെ നേരം വൈകി എണീറ്റ് വളരെ ഹറിബറി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആ ദിവസവും വളരെ ഹറിബറി തന്നെയായിരിക്കും. അതല്ലാതെ നേരത്തെ എണീറ്റ് കാര്യങ്ങൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ അന്നത്തെ മുഴുവൻ ദിവസവും നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കും. രാവിലെ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെക്കൊണ്ട് ആദ്യം ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ ദിവസവും 1% ബെറ്റർ ആയാൽ മതി. എന്നിട്ട് പതുക്കെ ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് വെള്ളമൊക്കെ കുടിച്ച് നിങ്ങളുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് പറ്റുവാണെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് യോഗയ്ക്കോ മെഡിറ്റേഷനോ ആയിട്ട് മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ രാവിലെ എന്നും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ദിവസത്തെ മാറ്റം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം. സോ എവറി ഡേ എ ന്യൂ ഓപ്പർച്യൂണിറ്റി ടു ഷൈൻ എന്ന രീതിയിൽ മുന്നോട്ട് പോവുക. നാലാമത്തെ ടിപ്പ് വേറെ ഒന്നുമല്ല, ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മൾ എത്രത്തോളം നമ്മളിൽ വിശ്വസിക്കുന്നുണ്ടോ അത് വളരെയേറെ നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും. അതുകൊണ്ട് എല്ലാ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കണം. എനിക്കിത് ചെയ്യാൻ പറ്റും തന്നെ വിചാരിക്കണം. മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇനി അഞ്ചാമത്തെ ടിപ്പ്, നിങ്ങളുടെ സ്റ്റഡി ഏരിയ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നിങ്ങളുടെ മൈൻഡും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. നിങ്ങൾ എന്നും പഠിക്കാനിരിക്കുന്ന സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നാറുണ്ടോ? എന്നാൽ ഇനി തൊട്ട് തോന്നണം. നിങ്ങളുടെ സ്റ്റഡി സ്പേസ് എത്രത്തോളം ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആണോ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ അന്നത്തെ മൈൻഡും. സോ മാക്സിമം നിങ്ങളുടെ സ്റ്റഡി സ്പേസ് എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. സാധനം സ്ഥാനത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ ടിപ്പ് വളരെ സ്പെഷ്യലും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റുമാണ്. നമ്മൾ പഠിക്കാൻ സ്ഥിരമായിട്ട് ഓരോരുത്തർക്കും ഓരോ സമയങ്ങളുണ്ടാവും. ചിലർ നൈറ്റ് ബേർഡ്സ് ആയിരിക്കും, ചിലർക്ക് മോർണിംഗ് ബേർഡ്സ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ക്രോണോ ടൈപ്സ് വളരെ ഡിഫറെൻ്റ് ആണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അത് അവരുടെ റുട്ടീനാണ്, അവരുടെ ക്രോണോ ടൈപ്പ് അതാണ്. എന്നാൽ നിങ്ങളുടെ ക്രോണോ ടൈപ്പ് ഒരു പക്ഷേ വേറെ ആയിരിക്കാം. അതായത് ക്രോണോ ടൈപ്പ് അറിഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക. ക്രോണോ ടൈപ്പിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ്, ദിസ് വാസ് ദ 6th ടിപ്പ്, ദ ആക്റ്റീവ് റീകോൾ. നിങ്ങൾ പലപ്പോഴും ഒരു ചാപ്റ്ററോ ഒരു പോർഷനോ ഒരു ടോപ്പിക്കോ പഠിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യാം. എന്നാൽ ഇനി അങ്ങനെ ചെയ്യാതെ നിങ്ങൾ സപ്പോസ് ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ബുക്ക് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ പഠിച്ചതിൽ മനസ്സിലായത്, പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആവുന്ന വരെ നിങ്ങൾക്കത് പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വിഷയം പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് പഠിച്ചാൽ നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും. ദിസ് വാസ് അവർ 7th ടിപ്പ്, റിവൈസ് റെഗുലർലി. നിങ്ങൾ എന്താണോ യെസ്റ്റർഡേ പഠിച്ചത് അത് ഇന്ന് പുസ്തകം തുറക്കുമ്പോൾ ഫസ്റ്റ് അത് പഠിച്ചിട്ട് വേണം ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് പഠിക്കാൻ. കാരണം നമ്മൾ മുമ്പ് പഠിച്ചത് വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ലോങ് ടേം മെമ്മറിയിലോട്ട് സ്റ്റോർഡ് ആവാൻ തുടങ്ങും. ആൻഡ് ദിസ് വാസ് ദ 8th ടിപ്പ്. നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. അതിൽ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കോർ പോയിൻറ്റ്സ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ആ എഴുതുന്നത് നല്ല വൃത്തിക്ക് ഹൈലൈറ്റ് ചെയ്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് വേണം എഴുതാൻ. ഇൻ കേസ് അത് സോഷ്യലോ മാത്സോ ഒക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് ഇയേഴ്സും ഫോർമുലാസ് ഇക്വേഷൻസ് ഒക്കെ മാർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കാം.
ഇനി നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ അതും പറഞ്ഞാൽ ഞാൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്ത് നമ്മൾ 9th ടിപ്പിലോട്ടാണ് പോകുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടെക്നിക്കാണ് ഫീമാൻ ടെക്നിക്ക്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് ഓർ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബുക്ക് പതുക്കെ ക്ലോസ് ചെയ്തിട്ട് കുഞ്ഞു കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഷോർട്ടായിട്ട് എന്നാൽ മെയിൻ പോയിൻറ്റ്സ് ഒന്നും വിടാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഇങ്ങനെ ട്രൈ ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് അർത്ഥം. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്രയും ചെയ്തത് വെറുതെ ആയി പോകും കേട്ടോ. ദിസ് വാസ് ദ 10th ടിപ്പ്. അവോയ്ഡ് ഓൾ ഡിസ്ട്രാക്ഷൻസ് ഇൻ യുവർ സറൗണ്ടിങ്സ്. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്തോ നിങ്ങൾക്ക് കയ്യെത്തും ദൂരത്തുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസും നിങ്ങൾ ഇപ്പോഴേ എടുത്ത് മാറ്റണം. കാരണം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ഭയങ്കര മോട്ടിവേഷനൊക്കെ ആയിട്ട് ഉത്സാഹത്തോടെ ഇരിക്കുന്ന വെച്ചാലും പിന്നെ അങ്ങോട്ട് കണ്ണിൻ്റെ മുമ്പിൽ പെടുന്ന എല്ലാ ഡിസ്ട്രാക്ഷൻസിനും നമുക്ക് വേണം. അപ്പോൾ നമ്മുടെ ഡോപ്പമൈൻ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. നമുക്കൊരു ഡിസ്ട്രാക്ഷൻ എടുക്കാൻ തോന്നുന്ന സമയത്താണ് ഡോപ്പമൈൻ ഇൻക്രീസ് ആവുന്നത്. ഡോപ്പമൈൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ അങ്ങോട്ട് ആ ഡിസ്ട്രാക്ഷനിൽ അങ്ങനെ മുഴുകും. 5 മിനിറ്റ് 10 മിനിറ്റ് ആവും, 10 മിനിറ്റ് അരമണിക്കൂറാവും, അരമണിക്കൂർ 1 മണിക്കൂറായി, അങ്ങനെ നീണ്ടു പോകും. പിന്നെ പഠിപ്പിലോട്ടുള്ള ഒരു തിരിച്ചുവരവ് നോക്കിയേ വേണ്ട. പഠിക്കാനിരിക്കുമ്പോൾ അടുത്തുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റിയിട്ട് വേണം പഠിക്കാനിരിക്കാൻ. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോയി എടുക്കാവുന്ന ദൂരത്തിൽ വേണം വയ്ക്കാൻ. എഴുന്നേറ്റ് പോകാനുള്ള മടി കൊണ്ട് നിങ്ങളതെടുക്കില്ല. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പഠിക്കാനിരിക്കുന്ന സമയത്ത് വളരെ വൃത്തിയായിട്ട് അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് അതിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വേണം പഠിക്കാൻ. പഠിക്കാനിരിക്കുന്ന ആദ്യ നിമിഷത്തിൽ നമ്മുടെ മൈൻഡ് ഫുൾ എംപ്റ്റി ആയിരിക്കും. പക്ഷേ അങ്ങോട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ മൈൻഡിൽ അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ വരും. പക്ഷേ ആ സമയത്ത് നിങ്ങളൊരു ചലഞ്ചായിട്ട് അത് ഏറ്റെടുക്കണം. നിങ്ങൾ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ ചിന്തകളെയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് മനസ്സിലിങ്ങനെ വിചാരിക്കാം. നിങ്ങളിപ്പോൾ ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ പഠിക്കാത്ത ഒരുപാട് ടോപ്പിക്സ് വേറെ ഒരു കുട്ടി ആ സമയത്തിന് നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോഴും ആ സമയത്ത് നിങ്ങൾ വെറുതെ ചിന്തിച്ച് ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ റിസൾട്ടിലൊരു മാറ്റം വരിക? അപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ യൂഷ്വലി നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരും. പക്ഷെ അതൊക്കെ കട്ട് ചെയ്തിട്ട് വീണ്ടും പഠിക്കുന്ന കുട്ടികളാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. ഈ 12ാമത്തെ ഈ ടിപ്പ് ഒരുപാട് കുട്ടികൾ ടോപ്പേഴ്സിൽ നിന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും. ഇങ്ങനെ ചിന്തിക്കും, ടോപ്പേഴ്സിന് എങ്ങനെയാണ് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് വെറും 1-2 മാർക്സ് മാത്രമാണ് നഷ്ടപ്പെടാറുള്ളൂ. അവർക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളോ അതോ നമ്മളെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ളത് കാരണമാവോ? എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോപ്പേഴ്സ് ഉപയോഗിക്കുന്ന സ്മാർട്ട് ടിപ്സാണ്. അവർ പഠിക്കാൻ ഉപയോഗിക്കുന്ന രീതി വേറെയാണ്. ഇന്ന് കരുതി നമുക്കത് പഠിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല. അവരുപയോഗിക്കുന്ന ടോപ്പേഴ്സ് സ്ട്രാറ്റജി ആയിട്ടുള്ള സ്മാർട്ട് ടിപ്സ് വേറൊരു വീഡിയോയിലായിട്ട് ഞാൻ പറയാം കേട്ടോ. ഈ വീഡിയോയിൽ അതെല്ലാം ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല. ഇനി 13ാമത്തെ ടിപ്പാണ് കേട്ടോ. ഇതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലെ ടോപ്പേഴ്സ് നമ്മളിൽ നിന്ന് വ്യത്യസ്തരാവാൻ കാരണം എന്താണെന്നറിയോ? അവർ അലോൺലിനെസ് അഥവാ സൈലൻസ് വെപ്പണൈസ് ചെയ്യാറുണ്ട്. അവർക്കൊരു പക്ഷേ ഫ്രണ്ട്സ് കുറവായിരിക്കാം, പക്ഷേ അത് മുതലാക്കി അവർ നന്നായി പഠിക്കും. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ അടിച്ചു പൊളിക്കുന്ന നേരത്തൊക്കെ അവർ നന്നായിരുന്നു ഹാർഡ് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ സ്കൂളിൽ വന്നിട്ടും ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ഇതൊക്കെയാണ് അവർക്ക് പണിയുന്നത്. നമ്മൾ ബുജ്ജിന്നും പുസ്തകപ്പുഴുന്നൊക്കെ വിളിച്ച് അവരെ കളിയാക്കാറുണ്ടെങ്കിലും ആ സമയം യൂട്ടിലൈസ് ചെയ്തിട്ട് അവരിരുന്ന് പഠിക്കുകയായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതിനായിരിക്കും ഒരു നിമിഷം പോലും വെറുതെ കളയാതെ അവരിരുന്ന് പഠിക്കുന്നതെന്ന്? പലപ്പോഴും എക്സാം ടൈംസിലാണ് ഇത് കണ്ടുവരാറുള്ളത്. കാരണം അവർക്കത് ഓരോ മിനിറ്റും ഓരോ ഗോൾഡൻ ഹവേഴ്സാണ്. നിങ്ങൾ ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ എൻജോയ് ചെയ്യേണ്ട, വൈബ് ചെയ്യേണ്ട എന്നൊന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ ഫ്രീ പീരീഡ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. വീട്ടിൽ പോയി ഹറിബറി ആക്കുന്നതിനേക്കാളും ഇതുകൊണ്ടും ഭേദമാണ് ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യായിരിക്കും ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ദ 14th ടിപ്പ്. നിങ്ങൾ പഠിക്കാൻ ടഫുള്ള സബ്ജക്റ്റ് മാത്രം സ്കിപ്പ് ചെയ്യുന്നതിലൂടെ വലിയൊരു മണ്ടത്തരാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സബ്ജക്ട്സ് എന്ന് മാത്രമല്ല, ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആയാൽ പോലും അതിലൊരു ടോപ്പിക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാർഡായിട്ട് തോന്നും. പക്ഷെ നിങ്ങളത് പതുക്കെ വായിച്ച് ഡെയിലി ഒരു 15 മിനിറ്റ് അതെന്നും വായിച്ച് പതുക്കെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹാർഡ് സബ്ജക്റ്റിനെ ഹാർഡായിട്ട് കാണാതെ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റാണെന്ന് മനസ്സിൽ പറഞ്ഞു നോക്കൂ. അത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റായിട്ട് തനിയെ മാറും. എനിക്ക് സപ്പോസ്ലി മാത്സ് ഭയങ്കര ടഫായിരുന്നു. പക്ഷേ ഗ്രാജുവലി അത് ഇമ്പ്രൂവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മാത്സ് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങി. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതാണ് കേട്ടോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ്. ഈ വീഡിയോയിൽ 20 ടിപ്സും കൊള്ളിക്കാൻ പറ്റാത്ത കാരണം നമ്മളിതിൻ്റെ പാർട്ട് 2 ഇറക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ദിസ് വാസ് ദ 15th ടിപ്പ്. അപ്പോൾ ഈ ടിപ്പ് കുറച്ച് സ്പെഷ്യലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡ്രീം ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഒരു സക്സസ് പേഴ്സൺ ആവണമെന്ന്, മറ്റുള്ളവർ നിങ്ങളെ ഒരു ഇൻസ്പിറേഷനായിട്ട് കാണണമെന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സക്സസ്സിനെ വെറുതെ ഡ്രീം ചെയ്താൽ മാത്രം പോരാ. അതൊരു ലക്കും അല്ല. അതിനു വേണ്ടി നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെയേ നിങ്ങൾക്ക് സക്സസ് കിട്ടുള്ളൂ. അതൊരിക്കലും നമ്മളെ തേടി വരില്ല, നമ്മൾ അതിനെ തേടി പോകണം. ചിലപ്പോൾ നിങ്ങളുടെ ഡ്രീം ക്ലാസ്സിലെ ടോപ്പർ ആവുക എന്നുള്ളതായിരിക്കാം, ചിലപ്പോൾ ഹൈ മാർക്സ് വാങ്ങുക എന്നുള്ളതായിരിക്കാം,
എന്നാൽ കൂടി ഈ ഡ്രീംസൊക്കെ വെച്ച് ടോപ്പേഴ്സിനെയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന ശീലവും നിങ്ങൾക്കുണ്ടായിരിക്കാം. ഈ ശീലവും വെച്ച് നമ്മുടെ ഈ ഡ്രീംസിന് ഒരിക്കലും സക്സസ് ആക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇങ്ങനെ ഞാൻ പറയാൻ കാരണം ഒരിക്കലും ഒരു ഡിമോട്ടിവേഷൻ അല്ല കേട്ടോ. ഇതൊരു ചലഞ്ചായിട്ട് എടുക്കണം. നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, പക്ഷെ അതൊക്കെ ഒരു ചലഞ്ചസ് ആയിട്ട് എടുക്കണം. സക്സസ് വേണമെങ്കിൽ ഹാർഡ് വർക്ക് വേണം, പേഷ്യൻസി വേണം, സാക്രിഫൈസ് വേണം, ഡെഡിക്കേഷൻ വേണം, ഡിസിപ്ലിൻ പോലുള്ള ഒരുപാട് സ്വഭാവങ്ങൾ വേണം. ഇതൊക്കെ നമുക്ക് ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. മുമ്പ് പറഞ്ഞ ടിപ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ സക്സസ് പേഴ്സണായിട്ട് മാറും. എല്ലാവർക്കും നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആവും. നിങ്ങളുടെ പേരുകൾ പ്രൗഡ് മൂമെൻറ്റിൽ കാണാൻ സാധിക്കും. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തോ വലിയൊരു ഗോളുണ്ട്. സോ സെറ്റ് സ്മോൾ ഗോൾസ് ആൻഡ് അച്ചീവ് വിത്ത് എ ബിഗ്. നിങ്ങൾ ഈ വീഡിയോ എന്ത് പ്രതീക്ഷിച്ചിട്ടാണോ ക്ലിക്ക് ചെയ്തത്, ആ പ്രതീക്ഷകളൊന്നും തെറ്റിക്കാതെ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പാർട്ട് 2 വേണ്ടി കമൻറ്റ് ചെയ്യുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.